എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വർഗീസ് തരകൻ എന്നാണ്. ഞാൻ ചെങ്ങമനാട് മേലില വില്ലേജിൽ തരകൻസ് ഓഡിറ്റോറിയത്തിനോട് ചേർന്ന് താമസിക്കുന്നു. ഞാൻ 1976 ബോംബെയിൽ ജോലിക്കായിട്ട് പോയി. അവിടെ കുറച്ച് നാൾ താമസിച്ചതിന് ശേഷം ഒരു ഏജൻസി മുഖാന്തരം സൗദി അറേബ്യയിലേക്ക് പോകാനായിട്ടിടയായി. 1981 ബോംബെയിലുള്ള ഒരു ഏജൻസി എന്നെ സൗദി അറേബ്യയിലേക്ക് അയക്കുകയായിരുന്നു. അവിടെ ചെന്ന സമയം മുതൽ ദൈവത്തിൻ്റെ കൃപ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പലവിധമാകുന്ന പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയപ്പോഴും ദൈവം തൻ്റെ കരം പിടിച്ച് എന്നെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. 1984 വിവാഹിതനാകുന്നതിന് സാധിച്ചു. അതിന് തൊട്ട് മുൻപുള്ള സമയങ്ങളിലൊക്കെ അവിടെ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രയർ ഗ്രൂപ്പ് കണ്ടുപിടിച്ച് മാസത്തിലൊരിക്കൽ വീതം പോകാനായിട്ടിടയായി. അവിടെ ചെന്ന് മിക്കവാറും ഫ്രൈഡേകളിലാണ് അവധി ലഭിക്കുന്നത്. ഫ്രൈഡേയിൽ വ്യാഴാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രൈഡേ ഹോളിഡേ ജോലിയില്ലാതെ വീട്ടിലിരിക്കും. അപ്പോഴേ നമ്മുടെ ആഴ്ചയിലുള്ള ഒരു പ്രാർത്ഥന ജീവിതം മുടങ്ങിപ്പോകുന്നതിന് ചാൻസസുകൾ ഏറി വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമേരിക്കൻ ഒരു എഞ്ചിനീയറായ മിസ്റ്റർ ഫോസ്റ്റർ എന്ന ഒരു വ്യക്തി എന്നെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ മുഖാന്തരം എനിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിലുള്ള വർഷിപ്പിന് പോകുവാനായിട്ടിടയായി. അദ്ദേഹം എന്നെ വന്ന് എൻ്റെ ജോലി സ്ഥലത്തുനിന്ന് വന്നു കൊണ്ടുപോയി പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് ബാച്ചിലറായിരുന്ന കാലം ഞാൻ കഴിച്ചു കൂട്ടിയത്. അങ്ങനെ 84 വിവാഹത്തിന് ശേഷം ജോലി സ്ഥലത്ത് ചെന്നതിന് ശേഷം ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അന്നേരം പ്രയർ ഗ്രൂപ്പിൽ പെർമനൻ്റായിട്ട് പോകുവാൻ ഇടയായി. അവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു ആദ്യമായിട്ടുള്ള പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തത്. ആഴ്ചയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഓൾമോസ്റ്റ് അവിടെ ഒരു 40 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലുള്ള ആൾക്കാരെല്ലാം സിറ്റി സെൻറ്ററിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. അങ്ങനെ വളരെ ആക്റ്റീവായി ആ പ്രാർത്ഥന അവിടെ നടന്നുകൊണ്ടിരുന്നു. കാരണം 86 മൂത്ത മകളുണ്ടായി. അവൾക്ക് ഒരു സൺഡേ സ്കൂളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഞങ്ങൾ ഒരു സൺഡേ സ്കൂൾ തുടങ്ങുകയും VBS അങ്ങനെയുള്ള എല്ലാ നമ്മുടെ ക്രിസ്ത്യൻ ആവശ്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. അവിടെ അതിനൊക്കെ വളരെ തടസ്സമായിരുന്നു. ഗവൺമെൻറ് ഒരു കാരണവശാലും അത് അലോ ചെയ്യത്തില്ല. വളരെ പേടിച്ച് വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് ബൈബിളുമായിട്ടൊക്കെ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. അവിടെ ബൈബിള് വെളിയിൽ കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. വളരെയധികം സീക്രട്ടായിട്ട് മാത്രം എന്തെങ്കിലും സാധനങ്ങളുടെ കൂടെ മാത്രമേ ബൈബിള് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എയർപോർട്ടിൽ നിന്ന് ബൈബിള് കൊണ്ടുവരുന്ന കണ്ടാൽ അപ്പോഴേ അവർ സീസ് ചെയ്യും, അവർ കൊടുത്തു വിടത്തില്ല. അങ്ങനെ ബൈബിള് വളരെയധികം പ്രയാസമായിരുന്ന സമയത്ത് ഞാനും കുടുംബവും വെക്കേഷൻ വന്നപ്പോൾ ഏകദേശം 12 ബൈബിൾ ഒരു പ്രാവശ്യം എനിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതിൽ സൗദിയിലെ എയർപോർട്ടിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ എന്നെ സഹായിക്കുകയും അത് സന്തോഷകരമായി ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിന് കൊണ്ടുപോകാനായിട്ട് ഇടയായി. നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോവുക എന്ന് പറയുന്നാൽ അതൊരു വലിയ വിഷമം പിടിച്ച സംഗതിയാണ്. കാരണം എവിടെയെങ്കിലും വെച്ച് അവരുടെ മുസ്ലിംസ് മുത്തവന്മാരോ അതുപോലുള്ള ആൾക്കാർ പിടിച്ചു കഴിഞ്ഞാൽ അവർ വളരെ റൂഡായിട്ട് പെരുമാറും. എന്നിരുന്നാൽ തന്നെയും എല്ലാ ദിവസവും ഞങ്ങൾക്ക് വെള്ളിയാഴ്ച നമുക്ക് മെസ്സേജ് കൊടുക്കുവാനായിട്ടൊക്കെ പല സഭകളിൽ നിന്നുള്ള ആൾക്കാരെ കിട്ടിക്കൊണ്ടേയിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 1900 ഗൾഫ് വാറിന് ശേഷം 92 ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പുകാർ പ്രയർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ വലിയൊരു സംഘം പോലീസുകാരും അവിടുത്തെ മതനേതാക്കന്മാരും വന്ന് അറസ്റ്റ് ചെയ്ത് ഏകദേശം 18 ഫാമിലിയെയും 10 ബാച്ചിലേഴ്സിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലിട്ടു. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഓൾമോസ്റ്റ് കുറച്ച് പേര് മാത്രമേ അന്ന് പാതിരുന്നുള്ളൂ. ഒന്നുകിൽ ഡ്യൂട്ടിയുടെ ചേഞ്ചസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടാണ് 3-4 പേര് മാത്രം പാതിരുന്നത്. ബാക്കിയുള്ള ഗ്രൂപ്പിലുണ്ടായിരുന്നവരെല്ലാവരും ഒരുപോലെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവരെയൊക്കെയും 1 മാസത്തിനകം ഡീപ്പോർട്ട് ചെയ്ത് അവിടുന്ന് കയറ്റിവിട്ടു. അതൊരു വലിയ പ്രയാസമായി പോയി ഞങ്ങൾക്ക്. അതിനുശേഷം
കുറച്ച് നാളത്തേക്ക് പ്രയർ ഗ്രൂപ്പുകളൊക്കെ നിർത്തിവെച്ചു. എന്നാലും കുഞ്ഞുങ്ങൾക്കൊക്കെ വർഷിപ്പില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. വീണ്ടും സീക്രട്ടായിട്ട് എൻ്റെ ഭവനത്തിൽ തന്നെ അത് തുടങ്ങാനായിട്ട് ഇടയായി. അത് വളരെ വലിയ ക്രൗഡില്ലാതെ ഒരു 10 പേര് 5 പേരൊക്കെ വെച്ച് ഓരോ വീടുകളിൽ നടത്തുവാനായിട്ടിടയായി. അതിനുശേഷം ഞങ്ങൾ ഒരു ജെറുസലേം വിശുദ്ധ നാട്ടിലേക്ക് പോകാനുള്ള ഒരു ട്രിപ്പ് ഞങ്ങൾ ഒപ്പിച്ചു. അത് വളരെ അനുഗ്രഹമായിരുന്നു. ഒരു 15 ഫാമിലിയും 10 ബാച്ചിലേഴ്സിനെയും കൊണ്ടൊക്കെ ഞങ്ങൾക്ക് വിശുദ്ധ നാട്ടിലായിട്ട് പോകാനിടയായി. അതും വളരെ അനുഗ്രഹീതമായൊരു ട്രിപ്പായിരുന്നു. സൗദിയിൽ നിന്നൊന്നും ആർക്കും ഇസ്രായേലിൽ പോയിട്ട് മടങ്ങി അവിടെ വരുവാൻ സാധ്യമല്ല. അത് അവർ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവിടെ എക്സിറ്റ് അടിച്ച് വിടും. ഞങ്ങളെല്ലാവരും പോയി ഒരു 10 ദിവസത്തെ ടൂർ കഴിഞ്ഞ് സന്തോഷമായിട്ട് മടങ്ങിയെത്തി. അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ദൈവം നടത്തുന്നു. അന്നന്ന് ഉള്ള എല്ലാ ആവശ്യങ്ങളും ദൈവമാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പ്രതിസന്ധികളിൽ വളരെയധികം ജോസഫിനെ നടത്തിയതുപോലെ ഞങ്ങളെ ആ മരുഭൂമിയിൽ നടത്തുകയും വരുന്നവർക്ക് ആവശ്യമായിട്ടുള്ള പ്രയോജനമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ആരും തളർന്നു പോകാതെ വളരെയധികം സന്തോഷത്തോടെ നല്ല ഒരു കൂട്ടായ്മ നടത്തി അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിച്ചു. പ്രതിസന്ധികളിൽ പ്രത്യാശയായിരുന്നതായ ഒരു ദൈവം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തളരാതെ അവിടെ നിന്ന് മുന്നോട്ട് പോയത്. ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഒരു വലിയ ഫയർ ഒരു സമയത്തുണ്ടായി. അപ്പം ഏതാണ്ട് ഒരു 3 ഫ്ലോർ ഫയർ കയറി പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പോഴത്തേക്ക് അവിടുത്തെ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു. അവരെ വന്ന് തീ അണച്ചുകൊണ്ടിരുന്നപ്പോൾ 1-2 പേരെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ ക്രൂരമായി മർദ്ദിച്ചു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങനെ മർദ്ദിക്കേണ്ട ആവശ്യം എന്തുവാന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ വളരെയധികം കഷ്ടപ്പെടുത്തുവാൻ ഉള്ള രീതിയിൽ കൂടെ അയാൾ പ്രവർത്തിച്ചു. പക്ഷേ ഇത് തന്നെയും നമ്മുടെ കമ്പനിയിലെ ജനറൽ മാനേജരും ഒക്കെ വളരെയധികം ഞങ്ങളോട് അടുപ്പമുള്ളവരായിരുന്നുകൊണ്ട് ആ വലിയ പ്രതിസന്ധി, ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ ഞങ്ങളെ ദൈവം രക്ഷിച്ചു. അതൊക്കെ ദൈവനാമത്തെ വിളിക്കുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് തന്നെ ഞങ്ങൾ കരുതി. അങ്ങനെ ഞങ്ങൾക്ക് ലെഷർ ടൈം കിട്ടുമ്പോൾ ഈദ് അങ്ങനെയുള്ള പെരുന്നാളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ കൂട്ടിയോജിപ്പിച്ച് ഞങ്ങൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കും. ഔട്ട്സൈഡ് സിറ്റിയിൽ ലൈക്ക് 300 കിലോമീറ്റേഴ്സ് 100 കിലോമീറ്റേഴ്സൊക്കെ ദൂരത്തിലുള്ള ഒരു വലിയ ഫാം എടുത്തിട്ട് അന്ന് ഞങ്ങളുടെ വർഷിപ്പൊക്കെ അവിടെ വെച്ച് നടത്തും. അത് വളരെ അനുഗ്രഹമാണ്. എന്നിരുന്നാലും പ്രൊട്ടക്ഷൻ ഞങ്ങൾ 2-3 ആൾക്കാരെ വെളിയിൽ നിർത്തി പോലീസുകാരോ മറ്റുള്ള ആൾക്കാരോ വരുമോ എന്നുള്ള ഒരു ഭയത്തിൽ തന്നെ ആയിരിക്കും ഞങ്ങളിവിടെ കൂടി വരുന്നത്. വളരെയധികം പ്രതിസന്ധികൾ അവിടുന്ന് ഞങ്ങൾ ഈ വെളിയിലൊക്കെ പോകുമ്പം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മുടെ അവിടുത്തെ പോലീസ് ഓഫീസേഴ്സും മത നേതാക്കന്മാരുടെയും ഒക്കെ ആണ്. കാരണം ക്രിസ്ത്യാനിറ്റി അവിടെ ഒരു കാരണവശാലും ഗാദർ ചെയ്യാൻ അവർ അനുവദിക്കത്തില്ല. അത് അങ്ങനെ അവർ നിയമപരമായിട്ട് അത് കുറ്റവുമാണ്. അതിനെയൊക്കെ അതിജീവിക്കുവാൻ ദൈവം ശക്തി തന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള കാര്യം. കുട്ടിക്കാലം ഒക്കെ ഞങ്ങൾക്ക് ഞായറാഴ്ച മാതാപിതാക്കളുടെ ഫോഴ്സ് കൊണ്ടാണ് ഞങ്ങൾ പള്ളിയിലും സൺഡേ സ്കൂളിലും ഒക്കെ പോകുന്നത്. നേരെ മറിച്ച് അത് ഗൾഫിലായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉൾവിളി അവിടുന്ന് കിട്ടിയതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിന് വേണ്ടി അവിടുന്ന് ഞങ്ങൾ പോയത്. കാരണം അവിടുത്തെ ഫെലോഷിപ്പാണ് ഏറ്റവും തീക്ഷ്ണമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ഇവിടുത്തേക്കാട്ടിലും എതിർ ശക്തികൾ പ്രബലരായിട്ടിരിക്കുമ്പോൾ ഞങ്ങളിൽ തന്നെ ഒരു വലിയ ശക്തി ദൈവം ഞങ്ങൾക്ക് തന്ന് അങ്ങനെയാണ് ഞങ്ങളുടെ അവിടെ കൂട്ടായ്മയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത്. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിനകത്ത് ഞങ്ങളുടെ എല്ലാ സഭാവിഭാഗക്കാരും ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ആൾക്കാർ അവിടെ വന്നിരുന്നു. അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവരുണ്ടായിരുന്നു.
അങ്ങനെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഇടവകകളിൽ ഒന്നും നടക്കാൻ സാധിക്കാത്ത ഒരു കാര്യങ്ങളാണ്. കാരണം ഒരാഴ്ചയിൽ നമുക്ക് പള്ളിയിൽ പോകാനൊക്കത്തില്ല, അല്ലെങ്കിൽ വർഷിപ്പ് നടന്നില്ല എന്നെങ്കിൽ ഏതോ വലിയ നഷ്ടം സംഭവിക്കുന്ന മാതിരിയാണ് നമുക്കന്ന് അനുഭവപ്പെട്ടിരുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ സൺഡേ സ്കൂളിനോടൊപ്പം തന്നെ VBS അതുപോലുള്ള നല്ല നല്ല പ്രോഗ്രാം, ആത്മീയ പ്രചോദനം കിട്ടുന്നതായിട്ടുള്ള പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിച്ചു. അതിലെ സെഷന്മാരായിട്ടുള്ള നമ്മുടെ മുതിർന്നവരൊക്കെ അതിൽ വർക്ക് ചെയ്യുകയും കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തുഷ്ടരായിട്ട് വളർന്നു വരികയും അവർക്കൊക്കെ നല്ല ഒരു ഭാവി ലഭിക്കുകയും ചെയ്തു. അന്ന് നമ്മുടെ കൂട്ടായ്മയിൽ കൊണ്ടുപോയില്ലായിരുന്നുവെങ്കിൽ അവർ മറ്റൊരു രീതിയിൽ തിരിഞ്ഞു പോകുമായിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 40-42 പിള്ളേർ എല്ലാം ഇവിടുത്തെ വിവിധ തുറകളിൽ ഇപ്പോൾ നല്ല പദവിയിലെത്തിയിട്ടുണ്ട്. അവർ നല്ല അനുഗ്രഹീതമായ ജീവിതം നയിക്കുന്നു. പൊട്ടക്കിണറ്റിൽ നിന്ന് ജോസഫിനെ അവിടുന്ന് കരം പിടിച്ച് മരുഭൂമിയിൽ കൂടി ഹൃദ്യമായി കൊണ്ടുപോയി രാജസന്നിധിയിലാക്കിയതായ ദൈവമാണ് ഞങ്ങളുടെയും മരുഭൂമിയിൽ അവിടെ പ്രവാസ ജീവിതത്തിൽ ഞങ്ങളെ സഹായിച്ചത്. അവിടുത്തെ ആ സഹായം എന്ന് പറയുമ്പോൾ അവിടുന്ന് ഏതോ ഒരു അദൃശ്യമാകുന്ന കരങ്ങളാൽ ഞങ്ങൾ അനുഗ്രഹീതരായി തീർന്നു എന്നുള്ളതാണ്. ഒരു ആഴ്ചത്തെ പ്രതിസന്ധികളൊക്കെയും ഒരാഴ്ച പോയി മുട്ടുമടക്കുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തീരും. അത് എല്ലാവരും അങ്ങനെ തന്നെ. ആ ഒരു ആത്മീയ കൂട്ടായ്മ അവിടുന്ന് ഏറ്റവും അനുഗ്രഹവും ഏറ്റവും ആവശ്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് തോന്നുകയും അത് നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഇടയാക്കുകയും ദൈവം സഹായിക്കുകയും ചെയ്തു. ഞങ്ങൾ ആദ്യം ആരാധന തുടങ്ങിയത് വർഷിപ്പ് ഒരു കൂട്ടം കൂടി ഒരു പാട്ട് പാടി ഒരു ബൈബിള് വായിച്ച് അതിനെക്കുറിച്ച് അല്പസമയം ഒരു പ്രസംഗം ചെയ്ത് ആയിരുന്നു ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ പിടിക്കപ്പെട്ടതിന് ശേഷം കംപ്ലീറ്റ്ലി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് വ്യക്തികളെയും പിടിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് ഇല്ലാതെ ഇരുന്ന ഒരു അനുഭവം ഉണ്ടായി. വളരെയധികം ക്ലേശകരമായിട്ടുള്ള ആ ഒരു അനുഭവമായിരുന്നു. എന്നിട്ട് ആ ഉൾവിളി കിട്ടിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീണ്ടും ചെറിയ കൂട്ടമായി കൂടുവാനും അതിൽ ഞങ്ങൾ നല്ല ഒരു ആരാധന അവിടെ നിന്ന് നടത്തുവാനുമായിട്ട് ഇടയായി. എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് ആരാധന ഒരു അരമണിക്കൂർ വീതം ആരാധന കഴിഞ്ഞിട്ടേ ഞങ്ങൾ ബാക്കിയുള്ള പ്രസംഗത്തിലേക്കും അങ്ങനെ ഞങ്ങൾ പോകാറുള്ളൂ. ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് സൗദി അറേബ്യയിൽ പ്രതിസന്ധികൾ അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളായിരുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഉൾവിളി കിട്ടാനുള്ള കാരണം ഒരു കാരണവശാലും ഒരു കാര്യം ബാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് തീക്ഷ്ണതയോടെ മനുഷ്യർ അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ആരാധനയും അതുപോലെ കൂട്ടായ്മയും ക്രിസ്തീയ കൂട്ടായ്മയും ഒന്നും അവിടെ നടത്താൻ പാടില്ല എന്നുള്ള അവരുടേതായിട്ടുള്ള തീരുമാനങ്ങളെയാണ് ഞങ്ങൾക്ക് കൂടുതലായി അതിനെ ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് വരവാനും മറ്റുള്ള നമ്മുടെ കൂടെ ഉള്ളവരെ എല്ലാവരെയും കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഇന്നിപ്പോഴാണെങ്കിൽ അത് വളരെയധികം ഓപ്പണായിട്ടുള്ള സർവീസുകൾ അവിടെ സൗദി അറേബ്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗൾഫുകളിൽ വെച്ച് ഏറ്റവും പ്രതിസന്ധികളുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് റിയാദിലെ സാഹചര്യങ്ങൾ എപ്പോഴും നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ക്രിസ്ത്യൻസിന് ഒരു ഫെലോഷിപ്പോ അതുള്ള അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതായ ഒരു സ്ഥലമായിരുന്നു. 1986 ഞങ്ങൾ പ്രെയർ ഗ്രൂപ്പ് തുടങ്ങുന്ന സമയം മുതൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുള്ള മുത്തവന്മാരും എല്ലാം ഇതിനെ സ്ക്രീൻ ചെയ്ത് ഇതിനെ ഏതെങ്കിലും രീതിയിൽ അവർ കണ്ടുപിടിക്കത്തക്ക രീതിയിൽ ഉള്ള കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾ വളരെയധികം ഭദ്രമായിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്തുകൊണ്ടാണ് ഇത്രയും നാൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ കൂട്ടായ്മ ഞങ്ങളുടെ പിടിക്കപ്പെട്ട സമയത്ത് മെയിൻ ഡോർ തുറന്നിട്ടതിൻ്റെ കാര്യം കൊണ്ടാണ് ഈ പോലീസുകാരും എല്ലാം അകത്ത് കടന്നു വന്ന് അതിനെ അറസ്റ്റ് ചെയ്യുവാനും അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇടയായത്. ഒരു ശകലം ശ്രദ്ധക്കുറവ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. എന്നിരുന്നാലും അവിടുന്ന് പിടിക്കപ്പെട്ട് പോന്നിരുന്നവരെല്ലാവരും നല്ല പോസ്റ്റുകളിൽ ജോലി കിട്ടുകയും അവരെല്ലാം വളരെ സന്തോഷമുള്ളവരായി തീരുകയും ചെയ്തു. റിയാദ് സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെ ക്യാപിറ്റലാണ്. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അൽബത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏറ്റവും വലിയ റഷ് ഏരിയയാണ്. അന്ന് മജറായിലും മറ്റുള്ള ഫാമുകളിലുമൊക്കെ 2-3 മാസം ലീവില്ലാതെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അവിടുന്ന് കടന്നു വരുവാനും അവിടെ വന്ന് അവരൊക്കെ ഞങ്ങളെ കാണുവാനും ഞങ്ങൾ അവർക്ക് വേണ്ടിയുള്ള നല്ല
ഒരു തണലായിട്ട്, ഒരു സഹായമായിട്ട് അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡും ആവശ്യത്തിനുള്ള പൈസയും എല്ലാം ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പായിട്ട് ഞങ്ങൾ അവർക്ക് സ്വരൂപിച്ച് കൊടുക്കുമായിരുന്നു. ആര് ആവശ്യപ്പെട്ട് വന്നാലും, അതുപോലെ തന്നെ കഫാലത്ത് ഇല്ലാതെ അവിടെ കഫീലിനെ കാണാതെ വിഷമിക്കുന്ന ആൾക്കാരൊക്കെയും ഞങ്ങളുടെ അടുത്ത് സമീപിക്കുമ്പോൾ ഞങ്ങൾ വന്ന് അവർ വളരെയധികം സന്തോഷമായിട്ട് അവരെ സ്വീകരിക്കുമായിരുന്നു. ഏതൊരാവശ്യമുള്ളവരും ഞങ്ങളുടെ പേര് പറഞ്ഞ് അവിടെ വന്നാൽ, എന്നെ അവിടെ വിളിക്കുന്നത് ബത്ത വർഗീസ് എന്നാണ്. അപ്പം ബത്തയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വർഗീസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഞങ്ങളുടനെ ഞങ്ങളുടെ കൂട്ടായ്മയെ പറയും. അവർക്ക് വേണ്ടുന്നതായ ടിക്കറ്റുകൾ, അവർക്ക് വേണ്ടുന്നതായ തുണികൾ, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള മരുന്നുകൾ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുവാനും അവരെ സഹായിക്കുവാനുമായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. എൻ്റെ ജീവിതത്തിൽ ഗൾഫിൽ പോയതിന് ശേഷമാണ് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായത്. കാരണം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ബിസിനസ് പോലും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഇവിടെ വന്ന് ഇത്രയും ഒരു നല്ല പ്രൊജക്റ്റ് ചെയ്യുവാനും, അതുപോലെ നല്ല ഒരു ജിം സ്റ്റാർട്ട് ചെയ്യുവാനും, അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ചെയ്യുവാനുമായിട്ടും ഒക്കെ ഇടയായത് ഈ ഗൾഫിലെ ജീവിതവും അവിടുത്തെ സമ്പാദ്യവും തന്നെയാണ്. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലെ ഒരു സഹോദരൻ്റെ ഒരു ബന്ധുവിന് പെട്ടെന്നൊരു റോഡ് ആക്സിഡൻ്റ് ഉണ്ടായി. അദ്ദേഹത്തെ അവിടുന്ന് ഞങ്ങൾ ചെന്ന് കണ്ടു. വളരെയധികം ശാരീരികമായ മുറിവുകളേൽക്കുകയും പെട്ടെന്ന് അദ്ദേഹത്തെ ഞങ്ങൾക്ക് എല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന് സ്പൈനൽ ഇഞ്ചുറിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടകാല ജീവിതം വളരെയധികം ബുദ്ധിമുട്ട് അവിടുന്ന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ നല്ല ഒരു എമൗണ്ട് എടുത്ത് പിരിച്ച് അദ്ദേഹത്തിന് ഭാവിയിൽ അവിടുന്ന് കഴിയാനുള്ള പണം അയച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തെ അവിടുന്ന് നാട്ടിൽ കൊണ്ടുചെന്ന് വിടുവാനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ കൊണ്ടാക്കിയിട്ട് കൊണ്ടുചെന്ന് നാട്ടിൽ വിട്ടു. ആയിരത്തി 1986 ഇവിടെ മിലിറ്ററി നേഴ്സായിരുന്ന എൻ്റെ മിസ്സസിനെ ഞാൻ റിസൈൻ ചെയ്യിപ്പിച്ച് അവിടെ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുചെന്ന അതേ ആ ആഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് വൈഫിൻ്റെ ആവശ്യം പറയുന്ന എല്ലാ ആഴ്ചയിലും നമുക്ക് വർഷിപ്പില്ലാതെ ഇവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് പറയുകയും അതനുസരിച്ച് ഞങ്ങൾ ഉടൻ തന്നെ ഒരു വർഷിപ്പ് കണ്ടുപിടിക്കുകയും ചെയ്തതാണ്. കാരണം വീട്ടിലെ സാഹചര്യങ്ങൾ എല്ലാവിധമാകുന്ന സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ആഴ്ചയിൽ പ്രാർത്ഥിച്ചില്ല എങ്കിൽ വീട്ടിൽ ഏതോ ഒരു പ്രയാസം പോലെ തോന്നുമായിരുന്നു. ഒരാഴ്ചയിൽ പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കുന്ന സമയം വരുമ്പോൾ മനസ്സിന് ഒരു സമാധാനം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വർഷിപ്പ് ഞങ്ങൾക്ക് ഒരിക്കലും അവിടുന്ന് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് ഏറ്റവും കൂടുതലായിട്ട് അതിനകത്ത് സന്തോഷം പ്രകടിപ്പിച്ചിരുന്ന എൻ്റെ വൈഫ് മറിയാമ്മത്തരകനാണ്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. കിങ്കാലി ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് ജോലി ചെയ്തിരുന്നു. ഏതാണ്ട് 18 വർഷക്കാലം പുള്ളിക്കാരിക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. അവിടെ ഇരുന്നപ്പോഴും അദ്ദേഹത്തെ ഉള്ളവരെ മറ്റുള്ളവരോട് കൂടുതൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ഇടയായി. അതുകൂടാതെ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഫ്ലാറ്റിലും ആരെങ്കിലും ഒരാൾ അവിടെ വന്ന് താമസിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള മുറികളും കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ചേർന്ന് കൊടുക്കുമായിരുന്നു. 5-6 പേര് അവിടെ വന്ന് താമസിച്ചു പോയി. ഏതാണ്ട് 6 ഫാമിലികൾ. അവരെ ഒക്കെ ഫാമിലികളെ കൊണ്ടുവരാനുള്ള വിസയൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാനായിട്ട് സാധിച്ചു. അവർക്ക് വേണ്ടുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ അവരൊക്കെ UK-ലും സ്വിറ്റ്സർലൻഡിലും അയർലൻഡിലും ഒക്കെ അവർ അവിടുന്ന് വിളിക്കാറുണ്ട്. കുടുംബമായി അവർ നമ്മളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലം ഒക്കെ ഞങ്ങൾ ഫോഴ്സ് ചെയ്താണ് ഞങ്ങൾ വർഷിപ്പിന് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായപ്പോൾ ആദ്യത്തെ കുഞ്ഞ് 1986 മൂത്ത മോള് ജനിച്ചു. അതിനുശേഷം 91 രണ്ടാമത്തെ മോള് ജനിച്ചു. ഇവർക്ക് 2 പേർക്കും അതാത് ആഴ്ചകളിൽ പ്രയർ ഗ്രൂപ്പുകാർ വരുമ്പോഴത്തേക്ക് അവിടെ ആ മുറികളൊക്കെ തൂത്ത് എല്ലാം ശരിയാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളാണ്. അതുപോലെ അവർ പ്രയർ ഗ്രൂപ്പിന് സൺഡേ സ്കൂളിനും വന്നിരുന്നാൽ ഒരു കാരണവശാലും ലാസ്റ്റ് തീരുന്നിടം വരെ പോകാതെ അവിടെ തന്നെ ഇരുന്ന് മനോഹരമായിട്ട് പ്രയറൊക്കെ അറ്റൻഡ് ചെയ്ത്
അവർ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് ജീവിച്ചു. ഇപ്പോഴും അവർ ദൂരസ്ഥലങ്ങളിലാണെങ്കിലും അവർക്ക് അത് വലിയ ഒരു അനുഗ്രഹവും ഒരു സമ്പത്തുമായിട്ട് തന്നെ അവരെപ്പോഴും പറയും. കൊച്ചുനാളിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ അടുക്കായിട്ടുള്ള ജീവിതവുമാണ് ഇത്രയും ഞങ്ങളെ നല്ല പദവിയിൽ കൊണ്ടെത്തിച്ചതെന്ന് അവർ പറയും. വിശ്വാസ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളത്, കാരണം അരുമനാഥനാകുന്ന ദൈവത്തിൻ്റെ അദൃശ്യമാകുന്ന കരങ്ങൾ എൻ്റെ ഓരോ നിമിഷങ്ങളിലും എന്നെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല സാഹചര്യങ്ങളിലും അതിൽ നിന്നൊക്കെ വ്യതിചലിക്കാവുന്ന സമയത്തും എനിക്ക് ഏറ്റവും അനുഗ്രഹീതമായി യേശുക്രിസ്തു എൻ്റെ നായകനായിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് എന്നെ ഇത്രയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് എനിക്ക് വളരെയധികം സന്തോഷമാണ്. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിനും മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ അദൃശ്യമാകുന്ന കരങ്ങൾ ഓരോ ദിനവും എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയുണ്ട്. പ്രതിസന്ധിയിലായി വൈഫ് ഇവിടെ വന്ന ഏകദേശം 10 വർഷം മറ്റുള്ള ആർത്തൈറ്റീസും ഓസ്റ്റിയോപൊറോസിസും ആയിട്ടിരുന്നപ്പോഴും വളരെയധികം സന്തോഷത്തിൽ ആത്മീയ കാര്യങ്ങളൊക്കെയും അനുഗ്രഹീതമായിട്ട് തന്നെ ദാസിക്ക് കഴിയാനായിട്ട് സാധിച്ചു. അതിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ പിന്തുണയും ഞാൻ ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചു. എനിക്ക് അതുപോലെ തന്നെ എൻ്റെ ഇവിടുത്തെയുള്ള സഹോദരങ്ങൾ, അതുപോലെ അവിടെ നിൽക്കുന്നതായിട്ടുള്ള സൃഷ്ടിക്കാൻ നിൽക്കുന്നതായിട്ടുള്ള ദാസി ഒക്കെ വളരെയധികം എൻ്റെ വൈഫിനെ സഹായിക്കുകയും അതിന് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇതിൻ്റെ എല്ലാം ആകെ കൂടിയുള്ള തുക ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ കരങ്ങളും ഞങ്ങളുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ്. ആദ്യമായിട്ട് ഞങ്ങൾ സൗദി അറേബ്യയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ വിശ്വസിക്കാനൊക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം രാവിലെ 6 മണിക്ക് കയറിക്കഴിഞ്ഞാൽ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ആദ്യത്തെ കാലങ്ങളിൽ ഞങ്ങൾക്ക് അവിടുന്ന് ജോലി ചെയ്യേണ്ടതായിട്ട് വന്നു. അവരുമായിട്ടുള്ള ഞങ്ങളുടെ സമീപനമൊക്കെ അവർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. എങ്കിലും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ബൈബിൾ എടുത്ത് വായിക്കുവാനും അല്പസമയം മുട്ടുമടക്കി പ്രാർത്ഥിപ്പാനുമായിട്ട് കഴിഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളും. ആ ഒരു പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ഗൾഫിലെ ജീവിതത്തെ ഞങ്ങളെ മുന്നോട്ട് നയിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളായി അവിടുന്ന് പലപ്പോഴും ഞങ്ങൾ അവിടുന്ന് എക്സിറ്റ് അടിച്ച് കയറി വേണ്ട സമയങ്ങളിലും ദൈവം അതിൻ്റെ പിന്നിലും മുന്നിലുമായിട്ട് നിന്ന് ഞങ്ങളെ കര താങ്ങിയതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത്രയും വർഷം അവിടെ താമസിക്കാനായിട്ടിടയായത്. 1986 മുതൽ 2005 വരെ വൈഫിനോടൊത്ത് അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. അതുപോലെ എനിക്ക് 1981 മുതൽ 2007 വരെ 26 വർഷം അവിടെ ജോലി ചെയ്യാനായിട്ട് സാധിച്ചു. അത് ഒരു മാസത്തെ പോലും ശമ്പളം പെൻഡിങ് ആവുകയോ മറ്റ് പ്രതിസന്ധികളുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാത്തിൻ്റെയും നടത്തിപ്പ് ഞങ്ങളുടെ സർവേശ്വരനാകുന്ന ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തുടർന്നും അതിനുവേണ്ടി ഞങ്ങൾ നിലകൊള്ളുകയും ചെയ്യും.